നല്ല സൗഹൃദം ഉണ്ടാവും. സൗഹൃദം തുടരുന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, അത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം, മുന്നണി നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വരവും ഞങ്ങളുടെ സന്ദർശനവും അല്ല, അത് ആരുടെ ഷൗക്കത്ത് ജയിക്കും, ആരുടെ ഷൗക്കത്ത് എന്തായാലും ജയിക്കും, അക്കാര്യം തർക്കമില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ സന്ദർശനം വെറും സുഖ സന്ദർശനം മാത്രമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് 3 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്ന് 2 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. വിജയശങ്കറിന്റെ വീട്ടിൽ വന്ന് 2 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. ജയന്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇന്നും തുടങ്ങിയല്ല, ഒരു 2-3 മാസമായി 3-4 മാസമായി ഞങ്ങൾ നിരന്തരം കൂടിക്കാഴ്ച കാണുന്ന നല്ല സുഹൃത്തുക്കളാണ്. അല്ല, അത് നേതൃത്വം തീരുമാനിക്കട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ. ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും, UDFന്റെ കൂടെ ഉണ്ടാവും. ഇപ്പോഴും സന്തോഷത്തോടെയാണ് ഞങ്ങൾ മടങ്ങുന്നത്, സന്തോഷത്തോടെയാണ്. അദ്ദേഹം UDF ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം UDF നേതൃത്വമാണ്. ഞങ്ങളല്ല അതിന് ആളുകൾ. അല്ല, ഞങ്ങൾ തമ്മിൽ അനുനയിപ്പിക്കാൻ അദ്ദേഹം രോഷാവൂനല്ല. ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ്. ആ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് മാത്രം സന്ദർശനം. UDFന്റെ ഭാഗം ഉണ്ടാവുമെന്ന് പറഞ്ഞു, പ്രതീക്ഷിക്കുന്നു പറഞ്ഞു. ഉടനെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. അല്ല, അതൊക്കെ പറയേണ്ടത് UDF നേതൃത്വവും അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുന്നിൽ എടുക്കുന്ന കാര്യം സംബന്ധിച്ചോ മറ്റു നിബന്ധനകൾ സംബന്ധിച്ചോ ചർച്ചയ്ക്കല്ല ഞങ്ങൾ വന്നത്. ഞാൻ തികച്ചും സൗഹൃദപരമായ സന്ദർശനം, സുഖസന്ദർശനം. ആ സന്ദർശനത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. സുഹൃത്തുക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ എന്തായാലും അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച. അത് ഞാൻ പറഞ്ഞല്ലോ, ആ സന്ദർശനത്തിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത്. ശരി, ഏതായാലും നേതാക്കൾ ഹാപ്പിയാണ്. ഇനി PV അൻവർ ഹാപ്പിയാണോ എന്നറിയണം, UDF നേതൃത്വം ഹാപ്പിയാണോ എന്നറിയണം. എന്താണ് തീരുമാനം എന്ന് കൂടി അറിയണം. നമുക്ക് അഷ്കറിലേക്ക് പോകേണ്ടതുണ്ട്. നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമുള്ള പ്രതികരണമാണ് വന്നത്. കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാറിന്റെ പ്രതികരണമാണ് വന്നത്. പോസിറ്റീവായി തന്നെ കാര്യങ്ങളെ കാണുന്നു. UDF നേതൃത്വം തീരുമാനമെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതൊരു സൗഹൃദ സന്ദർശനമാണ് എന്ന് പറയുമ്പോൾ പോലും PV അൻവർ ഇന്ന് ഉന്നയിച്ച വിഷയങ്ങൾ, അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയത്, ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്, UDF നേതൃത്വത്തിന് 2 ദിവസം തൃണമൂൽ കോൺഗ്രസ് സമയം നൽകിയതൊക്കെ കൂടി പരിശോധിച്ചാൽ നിർണായകമായ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഷ്കർ അലി കരിമ്പയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അഷ്കർ, ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ പ്രവീൺ കുമാർ ഹാപ്പിയാണ്. ഇനി അൻവറും UDF നേതൃത്വവും ഹാപ്പിയാണോ എന്നറിയണം. വിവിധ തികച്ചും അത്തരത്തിലൊരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മടങ്ങുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയും സന്ദർശനമൊക്കെ തികച്ചും സൗഹൃദപരമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ആ വാക്കുകൾ തന്നെ അവർ ആവർത്തിച്ച് പറയുമ്പോൾ പോലും അവർ പറഞ്ഞു വെച്ച ചില പരാമർശങ്ങൾ അത് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. അതിൽ ഒന്നായി പറഞ്ഞത്, അവർ ഞങ്ങൾ ഹാപ്പിയായി മടങ്ങുന്നു, പൂർണ്ണമായും ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് എന്നുള്ളതാണ്. ആ ഹാപ്പി ആയിട്ടുള്ള മടക്കം സ്വാഭാവികമായും അൻവറുമായുള്ള അടുത്ത നീക്കം ഇല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ഫലം കണ്ടു എന്ന് തന്നെ നമുക്കതിൽ നിന്നും രാഷ്ട്രീയമായി വായിച്ചെടുക്കാൻ. രണ്ടാമത്തേതൊരു കാര്യം, PV അൻവറും സുഹൃത്തായിട്ടുള്ള PV അൻവർ കൂടെ UDFനൊപ്പം സുഹൃത്തായി തന്നെ തുടരുമോ എന്നുള്ള കാര്യത്തിലും അനുകൂലമായൊരു മറുപടിയാണ് കെ പ്രവീൺ കുമാർ പങ്കുവച്ചത്. കാരണം PV അൻവർ UDFന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആര്യാടൻ ചോക്കത്ത് നിലമ്പൂർ പൂർണ്ണമായും വിജയിക്കുകയും ചെയ്യും. ഞങ്ങൾ വന്നത് ഏതെങ്കിലും അന്ന് നീക്കത്തിൻ്റെ ഭാഗമല്ല, ഇല്ലെങ്കിൽ അൻവറിനെ അനുനയിപ്പിക്കാൻ അൻവർ രോഷാകുലനല്ലല്ലോ എന്നുള്ളതായിരുന്നു കെ പ്രവീൺ കുമാറിൻ്റെ മറുപടി. പക്ഷേ അതെല്ലാം കൃത്യമായി നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അവർ വന്ന ലക്ഷ്യം അല്ലെങ്കിൽ അവർ ഉദ്ദേശം അത് കണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയേറെ സന്തോഷകരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. PV അൻവറുടെ പ്രതികരണം കൂടിയും ഇനി ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാറും KPCC ജനറൽ സെക്രട്ടറി കെ ജയന്തും അതുപോലെ തന്നെ CMP നേതാവ് വിജയകൃഷ്ണനൊക്കെ തന്നെ മടങ്ങിയിരിക്കുന്നത്. അവരുടെ ശരീരഭാഷയിലൊക്കെ തന്നെ അത്തരമൊരു സന്തോഷം, ഇല്ലെങ്കിൽ അവർ വന്ന ഉദ്ദേശം ലക്ഷ്യം കണ്ടതിൻ്റെ ഒരു സന്തോഷം അവർ വാക്കുകളിലും ശരീരഭാഷകളൊക്കെ ഉണ്ടായിരുന്നു തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് തന്നെയാണ് അവർ മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. UDFന്റെ കാര്യത്തിൽ, മുന്നിലെ പ്രവേശന കാര്യത്തിലൊക്കെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് UDF നേതൃത്വമാണ് എന്നവർ പറഞ്ഞെങ്കിൽ പോലും തങ്ങളുടെ സന്ദർശനമെല്ലാം ഹാപ്പിയായി തന്നെ ഞങ്ങൾ മടങ്ങുന്നു എന്നുള്ള കാര്യം അവർ ആവർത്തിക്കുകയും ചെയ്തു. എപ്പോഴും ഞങ്ങൾ വരാറുള്ള ഒരു വീടാണ്, അതുകൊണ്ട് ആ രീതിയിൽ സുഹൃത്തുക്കൾ എന്ന നിലയിൽ വന്നു എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് പറഞ്ഞതെങ്കിൽ പോലും ഈ വരവിൻ്റെ ഉദ്ദേശം രാഷ്ട്രീയമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല പാർട്ടിയുടെ അറിവോട് കൂടി തന്നെയാണ് വന്നത് എന്ന് നേരത്തെ തന്നെ കെ പ്രവീൺ കുമാർ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ പറയുകയും ചെയ്തിരുന്നു. പാർട്ടി നിർദ്ദേശപ്രകാരമല്ല വന്നതെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും പാർട്ടിയുടെ അറിവോടെ ഇത്തരമൊരു പ്രക്ഷുബ്ധമായ ഘട്ടത്തിൽ പ്രത്യേകിച്ച് PV അൻവറും തൃണമൂൽ കോൺഗ്രസും UDFന് മുമ്പിൽ 2 ദിവസത്തിൻ്റെ സമയപരിധി ഉപാധി വെച്ച സാഹചര്യത്തിലുള്ള കോൺഗ്രസിൽ തന്നെ മുതിർന്ന നേതാക്കളുടെ ഈ സന്ദർശനം എന്ന് പറയുന്നത് കൃത്യമായൊരു നീക്കം തന്നെയായിരുന്നു. ആ നീക്കം വിജയം കണ്ടു എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും രാഷ്ട്രീയ ഭാഷയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി വന്നാൽ മാത്രമേ അത് എത്രത്തോളം അൻവറിനെ കൂടി യോജിക്കുന്ന രീതിയിൽ
ആ തീരുമാനത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും UDF-ലെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് അയവ് വരുത്തുന്നു, ഇല്ലെങ്കിൽ അതിൽ നിലപാടിൽ മയപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ആദ്യം തന്നെ നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ PV അൻവറിന്റെ വീട്ടിലെത്തി ഏകദേശം 1.5 മണിക്കൂറോളം ചർച്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ ചർച്ച ഫലം കണ്ടു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്യന്തികമായുള്ള തീരുമാനം UDF നേതൃത്വം എടുക്കട്ടെ എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു.